ഹലോ ഗൈസ്, എല്ലാവർക്കും കൈറോ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഒരു സെൻട്രൽ ഗവൺമെന്റ് മിനി രത്ന പി എസ് യുവിൽ ലക്ഷങ്ങൾ CTC കിട്ടുന്ന എക്സിക്യൂട്ടീവ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, ഫൈനാൻസ്, HR, ലീഗൽ, മാർക്കറ്റിംഗ്, IT, മെഡിക്കൽ, കമ്പനി സെക്രട്ടറി, രാജ്ഭാഷ അങ്ങനെ പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവസരമുണ്ട്. സാലറി ഈവൻ ഗ്രേഡിൽ തുടങ്ങി E7 ഗ്രേഡ് വരെ. ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. ലാസ്റ്റ് ഡേയ്സ് മിസ് ചെയ്യല്ലേ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് IREL ഇന്ത്യ ലിമിറ്റഡിന്റെ റെഗുലർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് ആണ്. IREL ഇന്ത്യ ലിമിറ്റഡ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മിനി രത്ന കാറ്റഗറി 1 സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് മുംബൈയിലാണുള്ളത്. മൈനിങ്ങും മിനറൽ സെപ്പറേഷൻ പ്ലാന്റ്സും കേരളത്തിൽ ചവറ, തമിഴ്നാട്ടിൽ മനവലാകുറിച്ചി, ഒഡീഷയിലെ ഓസ്കം എന്നിവിടെ പ്രവർത്തിക്കുന്നു. ഒഡീഷയിൽ റെയർ എർത്ത് എക്സ്ട്രാക്ഷൻ പ്ലാന്റും ആലുവയിൽ ഹൈ പ്യുവർ റെയർ എർത്ത് പ്ലാന്റും കമ്പനി ഇവർക്കുണ്ട്. കമ്പനി ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ പ്രോജക്ട്സിനും യൂണിറ്റ്സിനും ഓഫീസസിനും വേണ്ടി റെഗുലർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10, 2026 വൈകുന്നേരം 6 മണി വരെയാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. ടെക്നിക്കൽ ഡിസിപ്ലിൻ വേക്കൻസീസ് ഏതൊക്കെയാ വെച്ചാൽ ചീഫ് മാനേജർ മെക്കാനിക്കൽ ഒരു വേക്കൻസി, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ 6 വേക്കൻസീസ്, ചീഫ് മാനേജർ ഇലക്ട്രിക്കൽ 1 വേക്കൻസി, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ 3 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ 4 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ കെമിക്കൽ 1 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ കെമിക്കൽ 4 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ മിനറൽ 2 വേക്കൻസീസ്, മാനേജർ മൈനിങ് 1 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ മൈനിങ് 4 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ കൊമേഴ്ഷ്യൽ പർച്ചേസ് 2 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 2 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 2 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ ഇൻസ്ട്രുമെന്റേഷൻ 1 വേക്കൻസി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ IT 1 വേക്കൻസി, മാനേജർ IT 1 വേക്കൻസി, ഡെപ്യൂട്ടി മാനേജർ IT 3 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ ജിയോളജി 1 വേക്കൻസി. ഇനി നോൺ ടെക്നിക്കൽ ഡിസിപ്ലിൻസ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ സീനിയർ മാനേജർ ലീഗൽ 1 വേക്കൻസി, മാനേജർ ലീഗൽ 3 വേക്കൻസീസ്, സീനിയർ മാനേജർ സെക്യൂരിറ്റി 1 വേക്കൻസി, മാനേജർ സെക്യൂരിറ്റി 1 വേക്കൻസി, സീനിയർ മാനേജർ മെഡിക്കൽ 1 വേക്കൻസി, ജനറൽ മാനേജർ ഫൈനാൻസ് 1 വേക്കൻസി, ചീഫ് മാനേജർ ഫൈനാൻസ് 3 വേക്കൻസി, സീനിയർ മാനേജർ ഫൈനാൻസ് 1 വേക്കൻസി, ഡെപ്യൂട്ടി മാനേജർ ഫൈനാൻസ് 2 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ ഫൈനാൻസ് 1 വേക്കൻസി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ മാർക്കറ്റിംഗ് 2 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ സെയിൽസ് 6 വേക്കൻസീസ്, ഡെപ്യൂട്ടി മാനേജർ HRM അഡ്മിനിസ്ട്രേഷൻ 1 വേക്കൻസി, ഡെപ്യൂട്ടി മാനേജർ ലീഗൽ ആൻഡ് HRM 1 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ HRM 4 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ രാജ്ഭാഷ 2 വേക്കൻസീസ്, അസിസ്റ്റന്റ് മാനേജർ കമ്പനി സെക്രട്ടറി 1 വേക്കൻസി. ഇതൊക്കെ ചേർത്ത് കമ്പനി വിവിധ ഡിസിപ്ലിൻസിൽ എക്സിക്യൂട്ടീവ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് EWS OBC NCL കാൻഡിഡേറ്റ്സിന് ടോട്ടൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 944 റുപ്പീസാണ്. അതിൽ ആപ്ലിക്കേഷൻ ഫീ 590യും പ്രോസസ്സിംഗ് ഫീ 354ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. SC ST PWD എക്സ് സർവീസ്മെൻ വിമൻ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീസിൽ എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇവർക്കും 354 പ്രോസസ്സിംഗ് ഫീ ഓൺലൈൻ പേ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീ വൺസ് പേ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നതല്ല. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എലിജിബിലിറ്റി വെരിഫൈ ചെയ്യാൻ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു പോസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണമെന്നുള്ളവർ, ജസ്റ്റ് നോട്ടിഫിക്കേഷനും വേണമെന്നുള്ളവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഇതുപോലുള്ള റെഗുലർ ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ജോബ് പോസ്റ്റ് എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്